ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ 50 ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം: ഹു വാസ് ദ ചീഫ് ഗസ്റ്റ് ഓഫ് ദി 77th റിപ്പബ്ലിക് ഡേ 2025 സെലിബ്രേഷൻ? 2025 നമ്മുടെ ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ 77ാമത് ചീഫ് ഗസ്റ്റ് ആരായിരുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം പ്രസിഡൻറ്റ് പ്രബോവോ സുബിയാൻറ്റോ ഓഫ് ഇന്തോനേഷ്യ. ഓക്കെ, അപ്പോൾ പ്രബാവോ സുബിയാൻറ്റോ ആണ് 77ാം റിപ്പബ്ലിക് ഡേ പരേഡിൽ നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം: ഗുകേഷ് ദാംരാജ് ബിക്കെയിം ദ ഫിഡ വേൾഡ് ചാമ്പ്യൻ 2024 ബൈ ഡിഫീറ്റിംഗ്. ആരെ തോൽപ്പിച്ചാണ് ഗുകേഷ് ദാംരാജ് വേൾഡ് ചാമ്പ്യൻ ആയത്? യങ്ങസ്റ്റ് വേൾഡ് ചാമ്പ്യൻ ആണ് അല്ലേ? അത് ഡിങ് ലെറൈൻ ആണ്. ഓർത്തു വെക്കുക, ഡിങ് ലെറൈനെ തോൽപ്പിച്ചാണ് ഗുകേഷ് ഒന്നാം സ്ഥാനത്തേക്ക് വേൾഡ് ചെസ് ചാമ്പ്യനായി മാറുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: മൊബൈൽ ആപ്പ് സി വിജിൽ ഹാസ് ബീൻ ലോഞ്ച്ഡ് ടു അനേബിൾ സിറ്റിസൺ ടു റിപ്പോർട്ട് ഓൺ വയലേഷൻ ഓഫ് ഇലക്ഷൻ കോഡ് ഓഫ് കോണ്ടാക്ട്. ഓക്കെ, നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഇറക്കിയ പുതിയ മൊബൈൽ ആപ്പാണ് സി വിജിൽ. ഓക്കെ, യെസ്. ഹു ഈസ് ദ പ്രസൻറ്റ് ഗവർണർ ഓഫ് കേരള സ്റ്റേറ്റ്? സിൻസ് 2 ജനുവരി 2025 രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് നമ്മുടെ 28ാമത്തെ കേരള ഗവർണറായിട്ട് നിയമിക്കപ്പെട്ടത്. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം: വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗിവൺ ഓപ്ഷൻസ് ആർ പ്രോപ്പർലി മാച്ച്ഡ്? ഇത് കറക്റ്റ് മാച്ച്ഡ് ആയിട്ട് തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാം. എഴുത്തച്ഛൻ 2024 NS മാധവൻ പുരസ്കാരം നേടിയത് NS മാധവനാണ്. വയലാർ അവാർഡ് അശോകൻ ചരുവിൽ. കേരള ജ്യോതി പുരസ്കാരം MK സാനു. ഓടക്കുഴൽ K അരവിന്ദാക്ഷൻ. ഓക്കെ, ഓർത്ത് വെക്കുമല്ലോ. ശരി, പഠിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, അഡീഷണൽ പോയിൻറ്റ്സും കൂടെ ഉണ്ട്. ഹരിവരാസനം കൂടെ പഠിക്കാം. 2024 വീരമണി ദാസൻ 2024 25 കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി പാട്ടിനാണ്. നമ്പൂതിരിക്കാണ് കിട്ടിയത്, നമ്പൂതിരി പാടല്ല, സോറി. ഓക്കെ, 2025 ഹരിവരാസനം. ഓക്കെ ആണേ, ക്ലിയർ ആണേ? യെസ്. വിച്ച് റിവർ ഈസ് നോൺ ആസ് ദ ഗേഞ്ചസ് ഓഫ് ദ ഈസ്റ്റ്? ബ്രഹ്മപുത്രയാണ്. അഡീഷണൽ പോയിൻറ്റ്സ് ഉണ്ട്. ഓൾസോ നോൺ ആസ് റെഡ് റിവർ, ചുവന്ന നദി. അതുപോലെ അസ്സാമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നതും ബ്രഹ്മപുത്രയാണ്. അഡീഷണൽ പോയിൻറ്റ്സ് അതുമായി കണക്ട് ചെയ്തിട്ട് സൗത്ത് അല്ലെങ്കിൽ സതേൺ ഗേഞ്ചസ്. നമുക്ക് ദക്ഷിണ ഗംഗ എന്ന് പറയാൻ കുറേ കൂടെ ബെറ്റർ ആയിട്ട് ഓർമ്മയുണ്ടല്ലേ? അത് ഗോദാവരിയാണ്. സതേൺ ഗേഞ്ചസ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഗോദാവരി തന്നെയാണ്. അതുപോലെ ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖയും ഗോദാവരിയാണ്. കുറച്ച് അഡീഷണൽ പോയിൻറ്റ്സും കൂടി ഒന്ന് പഠിക്കാം. ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ, സോറോ ഓഫ് ബംഗാൾ ദാമോദർ. അതുപോലെ ബീഹാറിൻ്റെ ദുഃഖം കോസി. ഒഡീഷയുടെ ദുഃഖം മഹാനദി. മധ്യപ്രദേശിൻ്റെ ജീവരേഖ നർമ്മദ. കേരളത്തിൻ്റെ ജീവരേഖ പെരിയാർ. അതുപോലെ ഗോവയുടെ ജീവരേഖയാണെങ്കിലോ മണ്ടോവി. സിക്കിമിൻ്റെ ജീവരേഖയാണെങ്കിൽ ടീസ്റ്റ. ഓർത്ത് വെക്കുക. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കേശവാനന്ദ ഭാരതി കേസ് ഇൻ 1973 വാസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇഷ്യൂസ്? ദാറ്റ് ഈസ് മാനബിലിറ്റി ഓഫ് ദ പ്രിയാമ്പിൾ. അതായത് മാനേജബിലിറ്റി ഓർ ഫ്ലെക്സിബിലിറ്റി എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ? പ്രിയാമ്പിൾ നമുക്ക് അറിയാം ഏത് രാജ്യത്തിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്. യെസ്, ഭരണഘടനയുടെ പ്രിയാമ്പിൾ കടമെടുത്തിരിക്കുന്നത് USA നിന്നാണ്. കുറച്ച് ഫാക്ട്സും കൂടെ ഒന്ന് പഠിക്കാം. ഈ ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലേ? ഇത് ആരാ ഡ്രാഫ്റ്റ് ചെയ്തത്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ആൻഡ് ഇറ്റ് വാസ് അഡോപ്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഓക്കെ, ഈ പ്രിയാമ്പിൾ എത്ര പ്രാവശ്യം അമെൻഡ് ചെയ്തിട്ടുണ്ട്? ഓൺലി വൺസ്, ദാറ്റ് ഈസ് ഇൻ 1976. ആൻഡ് ദ 42nd അമെൻമെൻറ്റ് ആണ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യപ്പെട്ടത്. അതിൽ 3 വേർഡ്സ് ആണ്: സെക്യുലർ, സോഷ്യലിസ്റ്റ് ആൻഡ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന 3 വേർഡ്സ് ആണ് നമ്മൾ ആഡ് ചെയ്തത്. പ്രിയാമ്പിളിനെ നമ്മൾ അമെൻഡ് ചെയ്തപ്പോൾ 1976 അതിൽ ആഡ് ചെയ്തത് 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: അറ്റ് വിച്ച് പ്ലേസ് ഓൺ എർത്ത് ദെയർ ഡേയ്സ് ആൻഡ് നൈറ്റ് ഓഫ് ഈക്വൽ ലെങ്ത് ഓൾവേസ്? അത് ഇക്വേറ്ററിലാണ്. ഓക്കെ, ഈ ഒരു പ്രതിഭാസം നമ്മൾ വിഷുവം എന്നൊക്കെ പറയും അല്ലേ? വെൻ ഡേ ആൻഡ് നൈറ്റ് ആർ ഈക്വൽ ലെങ്ത് ദേ ആർ കോൾഡ് ആൻ ഇക്വിനോക്സ്. വിഷുവം എന്ന് മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട്. ജാവ ട്രെഞ്ച് ഈസ് ദ ഡീപ്പസ്റ്റ് പോയിൻ്റ് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓഷൻ? ഇന്ത്യൻ ഓഷനിൽ ഏറ്റവും ആഴം കൂടിയ
ഇടമാണ് ജാവ ട്രെഞ്ച്. ബാക്കിയുള്ള കുറച്ചുകൂടെ നോക്കാം. ദ മെറീന ട്രെഞ്ച് പസഫിക് ഓഷനിൽ അല്ലേ. പ്യൂട്ടോറിക്ക അല്ലെങ്കിൽ മിൽവാക്കി അറ്റ്ലാന്റിക് ഓഷനിലെ ട്രെഞ്ചാണ്. ദ സദേൺ സാൻഡ്വിച്ച് ട്രെഞ്ച് സദേൺ ഓഷൻ. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദയാനന്ദ സരസ്വതി വാസ് ദി ഫൗണ്ടർ ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് മിഷൻ? ബാക്കി ഓപ്ഷൻസ് ഒന്നുമില്ല, ഡയറക്റ്റ് നമുക്ക് ആൻസറിലേക്ക് പോവാം. ആര്യ സമാജമാണ്. 1875 ദയാനന്ദ സരസ്വതി അത് ഫൗണ്ട് ചെയ്തത്. ഓക്കെ, അഡീഷണൽ പോയിൻ്റ്, ഹീ ഗേവ് ദ സ്ലോഗൻ ഗോ ബാക്ക് ടു വേദാസ്. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് സത്യാർത്ഥ പ്രകാശ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് മലയാളി അപ്പിയർഡ് ഇൻ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ് വാസ് ശ്രീനാരായണ ഗുരു. ഇറ്റ് വാസ് ഓൺ 21 August 1967. ഓക്കെ, അദ്ദേഹം തന്നെ ശ്രീലങ്കയുടെ പോസ്റ്റൽ സ്റ്റാമ്പിലും അപ്പിയർ ചെയ്തു. അത് 4th September 2009. അപ്പോൾ ഈ 2 ഡേറ്റ്സും ഒന്ന് ഓർത്ത് വെക്കുക. 21 August 1967 ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട മലയാളിയാണ്. ആൻഡ് ശ്രീലങ്കയിൽ അല്ലേ പ്രത്യക്ഷപ്പെട്ടത് നാരായണ ഗുരു. ഏത് വർഷമാണെന്ന് ഓർത്ത് വെക്കുക, 2009 September 4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ Bucerus bicronin related to the state, which state official bird? Bucerus bicronin. നിങ്ങൾക്ക് ഇതിൻ്റെ ശാസ്ത്രീയ നാമം നമുക്ക് അത്ര പിടിയില്ല, പക്ഷേ ഈ ബേർഡ് ഗ്രേറ്റ് ഹോൺബിൽ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അത് കേരളത്തിൻ്റെ തന്നെ പക്ഷിയാണ്. ഔദ്യോഗിക പക്ഷിയായിട്ട് 1963 ഇത് പ്രഖ്യാപിച്ചത്. ആ വർഷം ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ദ ഫസ്റ്റ് മലയാളി ഹൂ റെപ്രസെൻറ്റഡ് ഇന്ത്യ ഇൻ ഒളിമ്പിക് ഫുട്ബോൾ. ദാറ്റ് ഈസ് തെന്മാടം മാത്യു വർഗീസ്. അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത് തിരുവല്ല പാപ്പൻ എന്നറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം സമ്മർ ഒളിമ്പിക്സ് 1948 നമ്മളെ ഇന്ത്യ എന്ത് ചെയ്തത്, റെപ്രസെൻ്റ് ചെയ്ത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ആരാണെന്നുള്ളത് ഓർത്ത് വെക്കുക. തെന്മാടം മാത്യു വർഗീസ് അല്ലെങ്കിൽ തിരുവല്ല പാപ്പൻ എന്ന് അറിയപ്പെടുന്നു. തിരുവല്ല പാപ്പൻ. ഓക്കെ, ക്ലിയർ. അടുത്ത ചോദ്യം. ദ മലമ്പുഴ റോക്ക് ഗാർഡൻ വാസ് കൺസീവ്ഡ് ആൻഡ് ഡിസൈൻഡ് ബൈ, നമുക്കറിയാം നെക് ചന്ദ് സിയാനിയാണ്, ഓർത്ത് വെക്കുക. ഓക്കെ, മലമ്പുഴയുടെ റോക്ക് ഗാർഡൻ്റെ ശില്പി നെക് ചന്ദ് സിയാനി. ഓക്കെ, ദ ലീഡർ ഓഫ് സോൾട്ട് സത്യാഗ്രഹ ഇൻ കേരള വാസ് കെ കേളപ്പൻ. ഓക്കെ, ഓൾസോ നോൺ ആസ് കേരള ഗാന്ധി. കെ കേളപ്പൻ ലെഡ് ദ സോൾട്ട് സത്യാഗ്രഹ ഫ്രം കോഴിക്കോട് ടു പയ്യന്നൂർ. അതും നമുക്ക് ചോദിക്കാം അല്ലേ. കോഴിക്കോട് തൊട്ട് പയ്യന്നൂർ വരെ നയിച്ചത് കെ കേളപ്പനാണ്. ഓക്കെ, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നു അദ്ദേഹം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ടീച്ചിങ് അപ്രോച്ച് എംഫസൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റുഡൻസ് ആക്ടിവിറ്റി കൺസ്ട്രക്റ്റിംഗ് their own knowledge through experience and reflection? That is constructivism അല്ലേ. ഓക്കെ, ദ ഫാദർ ഓഫ് കൺസ്ട്രക്റ്റിവിസം എന്നറിയപ്പെടുന്നത് ജീൻ പിയാഷെ ആണ്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ടീച്ചിങ് ടെക്നിക് ഇൻവോൾവ്സ് ആസ്കിങ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ടു പ്രൊമോട്ട് ഡിസ്കഷൻ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്? ദാറ്റ് ഈസ് സോക്രാറ്റിസ് ക്വസ്റ്റ്യനിങ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേരെങ്ങനെ വന്നു എന്നൊക്കെ ഒന്ന് പഠിക്കാം. സോക്രാറ്റിക് ക്വസ്റ്റ്യനിങ് ഈസ് എ മെത്തേഡ് ഓഫ് എൻക്വയറിങ് ദാറ്റ് യൂസസ് ഓപ്പൺ എൻഡഡ്. ഓർത്ത് വെക്കുക, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ് ഈ സോക്രാറ്റിക് ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്നത്. അത് നെയിം വന്നത് ഗ്രീക്ക് ഫിലോസഫർ സോക്രാറ്റിസിൻ്റെ തന്നെയാണ്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു അപ്രോച്ചാണ് അല്ലേ. കുട്ടികളുടെ ഇടയിൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഡിബേറ്റും ഒക്കെ നടത്തുമ്പോൾ ദ ഗോൾ ഈസ് ടു സ്റ്റിമുലേറ്റ് ദ റാഷണൽ തിങ്കിങ് ആൻഡ് ചലഞ്ചസ് അസംഷൻ ബൈ ആസ്കിങ് എ സീരീസ് ഓഫ് കെയർഫുള്ളി കൺസ്ട്രക്റ്റഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ടീച്ചിങ് സ്ട്രാറ്റജി ഇൻവോൾവ്സ് പ്രസൻറ്റിംഗ് ന്യൂ ഇൻഫർമേഷൻ ഫോളോഡ് ബൈ ദ ഗ്രേഡ് പ്രാക്ടീസ് ഓർ ഇൻഡിപെൻഡൻറ്റ് പ്രാക്ടീസ്? ഏത് സ്ട്രാറ്റജിയാണ്? നമുക്കത് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പഠിച്ചു വയ്ക്കാം. ടീച്ചിങ് സ്ട്രാറ്റജി ഇൻവോൾവ്സ് പ്രസൻറ്റിംഗ് ന്യൂ ഇൻഫർമേഷൻ ഫോളോഡ് ബൈ ഗ്രേഡഡ് പ്രാക്ടീസ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് പ്രാക്ടീസ്. അത് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷനാണ്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ടീച്ചിങ് മെത്തഡോളജി, വാട്ട് ഡസ് പെഡഗോഗി റെഫേഴ്സ് ടു? പെഡഗോഗി, the art and science of teaching. Okay. Next question. Which teaching approach emphasizes the teacher as the central authority figure in the classroom? That is behaviorism. Behaviorismത്തിലാണ് ടീച്ചറിനെ സെൻട്രൽ ഫിഗർ ആയിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ലിറ്റററി പാർട്ടിലേക്ക് കിടക്കാം.
വിച്ച് ക്യാരക്ടർ ഈസ് മാക്ബത്ത് ആർമർ ബിയറർ? സൈറ്റൻ. ഓക്കെ, ഇത് ഏത് ആക്റ്റിലാണ് വരുന്നത്? ആക്ട് 5 സീൻ 5ലാണ്. ഓക്കെ, വൈ ഡസ് മാക്ബത്ത് വാണ്ട് ഹിസ് ആർമർ? ടു പ്രിപ്പയർ ഫോർ ബാറ്റിൽ. ദ ഫാദർ ഫിഗർ ഇൻ ദ പോയം ഡാഡി ഈസ് എ നാസി ഓർ ഡെമൻ എന്നൊക്കെ നമുക്ക് പറയാം. സിൽവിയ പ്ലാത്ത് റിസീവ്ഡ് ദ പുലിറ്റ്സർ പ്രൈസ് ഇൻ ദ ഇയർ. പോസ്റ്റ്മസ്ലിയാണ്, മരണാനന്തരം 1982 അത് അവരുടെ കളക്ഷൻ ദ കളക്റ്റഡ് പോയംസിനാണ് പുലിറ്റ്സർ പ്രൈസ് അല്ലേ നേടിയത്. അവർ 30ാമത്തെ വയസ്സിലാണ് എന്ത് ചെയ്യുന്നത്? മരണപ്പെടുന്നത്. ഓക്കെ, ഇൻ ലക്കേനിയൻ ലിറ്റററി ക്രിറ്റിസിസം ദ സ്റ്റേജ് ആഫ്റ്റർ അക്വിസിഷൻ ഓഫ് ലാംഗ്വേജ് ഈസ് കോൾഡ്. ഓക്കെ, അപ്പോൾ ലക്കേനിയൻ തിയറി അനുസരിച്ചിട്ട് സ്റ്റേജ് ദ മിറർ സ്റ്റേജാണ് ആദ്യത്തെ ഒരു സ്റ്റേജ്. അതായത് 6 മാസം ടു 18 മാസം വരെയുള്ള ഒരു സ്റ്റേജിനെയാണ് മിറർ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്ത് വെക്കുമല്ലോ. അടുത്ത ചോദ്യം, ഹോമോർഗാനിക്സ് ആർ. എന്തായാലും ഹോമോ എന്ന് പറയുമ്പോൾ അറിയാം സെയിം ആണ്, പക്ഷേ എന്താണെന്ന് നോക്കാം. ഡിനോട്ടിങ് സെറ്റ്സ് ഓഫ് സ്പീച്ച് സൗണ്ട്സ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് യൂസിങ് ദ സെയിം വോക്കൽ ഓർഗൻസ്. അതായത് എക്സാമ്പിൾ പ്, ബ്, മ്. അതെ, സെയിം വോക്കൽ ഓർഗൻസ് ഉപയോഗിച്ചിട്ടല്ലേ ഈ 3 വേർഡ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെയാണ് ഹോമോർഗാനിക് എന്ന് പറയുന്നത്. ഓക്കെ, വെൻ ഫ്രിക്കേറ്റീവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് എയർ എസ്കേപ്സ് ത്രൂ എ നാരോ പാസേജ് ആൻഡ് മേക്ക് എ സൗണ്ട്. ഓക്കെ, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഫ്രിക്കേറ്റീവ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഏത് തരം സൗണ്ടാണ്? അത് നമുക്ക് മറ്റേ ഹിസ്സിങ് ആൻഡ് ബസ്സിങ് സൗണ്ട് എന്നുണ്ട് പഠിച്ചു വയ്ക്കാം. ഫ്രിക്കേറ്റീവ്സ് വോയിസ്ഡ് ഫ്രിക്കേറ്റീവ്സ് ഉണ്ട്, അൺവോയിസ്ഡ് ഫ്രിക്കേറ്റീവ്സ് ഉണ്ട് അല്ലേ. വോയിസ്ഡ് ഇപ്പോൾ ദം, ദ്, വോട്ട്, അതുപോലെ വിഷൻ, ഴ്, സൂ എന്നൊക്കെ പറയുമ്പോൾ അത് വോയിസ്ഡ് ഫ്രിക്കേറ്റീവ്സ് ആണ്. അൺവോയിസ്ഡ് ഫ്രിക്കേറ്റീവ്സ് ആണെങ്കിലോ തിൻ, ത്, ഫേസിൻ്റെ ഫ്, ഷീ സൗണ്ട്, അതുപോലെ സോ, സ് സൗണ്ട്, ഹ്, ഹിയിൽ വരുന്ന ഹ് സൗണ്ട്. ഓക്കെ, ക്ലിയർ. അടുത്ത ചോദ്യം, എ മോർഫീം ദാറ്റ് ഈസ് സിൻടാക്റ്റിക്കലി ഇൻഡിപെൻഡൻറ്റ് ബട്ട് ഫോണോളജിക്കലി ഡിപ്പെൻഡൻറ്റ് ഓൺ അനദർ വേർഡ് ഓർ ഫ്രേസ് ഈസ് കോൾഡ് ക്ലിറ്റിക്. എന്താണ് ക്ലിറ്റിക് എന്നും കൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഷീ എന്ന് പറഞ്ഞിട്ട് അപ്പോസ്ട്രോഫി എസ് വന്നു, അതായത് ഷീ ഈസോ, ഷീ ഹാസോ ഒക്കെ ആകാം. അപ്പോൾ ഒരു മോർഫി എന്ന് പറയുന്നത് അറിയാം നമുക്കൊരു എന്താണ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എ സൗണ്ട് ഓർ എ വേർഡ് അല്ലേ. ഇപ്പോൾ ബോയ്, ഷീ എന്നൊക്കെ പറയുമ്പോൾ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് അതാണ് മീനിങ് ഓഫ് എ വേർഡാണ്. അപ്പോൾ ഷീ അപ്പോസ്ട്രോഫി എസ്സും കൂടെ വരുന്നു, ഫോണോളജിക്കൽ ഡിപ്പെൻഡൻ്റ് ആണ്, അതിനെയാണ് ക്ലിറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത ചോദ്യം, ഇൻ ഇംഗ്ലീഷ് റീപ്ലേസിങ് വൺ ഫോണീം ഇൻ വിത്ത് അനദർ കോസസ്. തീർച്ചയായിട്ടും അതിലുണ്ടാകുന്ന വലിയൊരു മാറ്റമാണ്. മീനിങ്ങും പ്രൊനൗൺസിയേഷനും അതിൽ ചേഞ്ച് ചെയ്യും അല്ലേ. ഫോർ ഇൻസ്റ്റൻസ്, റീപ്ലേസിങ് ദ പ് ഇൻ പാറ്റ് വിത്ത് ബ് ക്രിയേറ്റ്സ് ബാറ്റ്, ഓൾട്ടറിങ് ദ സൗണ്ട് അല്ലേ. വേർഡ്സ് മീനിങ് തന്നെ അങ്ങ് മാറും. പ് മാറി ബ് ആവുമ്പോൾ, ഇപ്പം പാറ്റ് മാറി ബാറ്റ് ആവുമ്പോൾ അതെല്ലാം മാറി അല്ലേ. സൗണ്ടും പ്രൊനൗൺസിയേഷനും മാറുന്നു, മീനിങ്ങും മാറുന്നു. അതാണ് റീപ്ലേസിങ് വൺ ഫോണീം ഇൻ വിത്ത് അനദർ കോസസ്. ഓക്കെ, ഡാഷ് എന്നായിരുന്നു ചോദ്യം. പ്രൊനൗൺസിയേഷൻ ആൻഡ് മീനിങ് ചേഞ്ചസ്. ഓക്കെ, അടുത്ത ചോദ്യം, വെൻ പ്രൊഡ്യൂസിങ് ദ ഫ്രിക്കേറ്റീവ് ച് ആൻഡ് ജ് അവർ ലിപ്സ്, അതിൻ്റെ ഒരു എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡയറക്ഷൻ? അത് ക്ലോസ്ഡ് ആണോ അത് ഓപ്പൺ ആണോ എന്നൊക്കെയാണ് ചോദിച്ചിരുന്നത്. ഇത് നൈദർ, അവർ ലിപ്സ് ആർ നൈദർ ക്ലോസ്ഡ് ഓർ നോർ റൗണ്ടഡ് ബട്ട് ദേ ആർ ക്ലോസ് ടു ഈച്ച് അതർ അല്ലേ. ച് സൗണ്ട് ചർച്ച്, ചിപ്പ്, മാച്ച്. അതുപോലെ ജ് സൗണ്ട് ജഡ്ജ്, ബ്രിഡ്ജ്, ഏജ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് അവർ ലിപ്സ് ആർ ക്ലോസ് ടു ഈച്ച് അതർ എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കൺസണൻസ് പ്രൊഡ്യൂസ്ഡ് വിത്ത് ദ ടിപ്പ് ഓഫ് ദ ടങ് കേൾഡ് ബാക്ക് ടുവേർഡ്സ് ദ ഹാർട്ട് പാലറ്റ് അല്ലേ. ഇംഗ്ലീഷിൽ ആ വേർഡ്സ് കുറവാണ്. റഷ്യൻ, അതുപോലെ സാൻസ്ക്രിറ്റ്, ഹിന്ദി, മലയാളം നമ്മൾ റ് എന്നൊക്കെ പറയുമ്പോൾ ടങ് ഇങ്ങനെ റൗണ്ട് സർക്കിളർ ബാക്കിലോട്ട് ഹാർട്ട് പാലറ്റിലേക്ക് പോകുന്നതിനെ നമ്മൾ റെട്രോഫ്ലെക്സ് സൗണ്ട്സ് എന്നോ പോസ്റ്റ് വോളാർ സൗണ്ട്സ് എന്നോ പോസ്റ്റ് ആവിയോലാർ സൗണ്ട്സ് എന്നോ പറയുന്നു. ഓക്കെ, ക്ലിയർ. അതിന് എക്സാമ്പിളിൽ റെട്രോഫ്ലെക്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒന്ന് പഠിച്ചു വയ്ക്കുക എന്താണ് റെട്രോഫ്ലെക്സ് സൗണ്ട്സ്. ഓക്കെ, അതായത് കൺസണന്റ് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടിപ്പ് ഓഫ് ദ ടങ് ബാക്ക് വേർഡിലോട്ട് ഇങ്ങനെ നമ്മൾ കർവ് ചെയ്ത് നിൽക്കും അല്ലേ. റ് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഹാർട്ട് പാലറ്റിലേക്ക് ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു പൊസിഷൻ, അതിനാണ് റെട്രോഫ്ലെക്സ് സൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ.
സെമി വൊവൽസ് ആർ ഓൾസോ കോൾഡ് ആസ്. നമുക്ക് വൊവൽ ഗ്ലൈഡ്സ് ചിലപ്പോൾ ഓപ്ഷനിലുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും, പക്ഷേ ഗ്ലൈഡ് എന്നുണ്ടായിരുന്നില്ല, ആ ഓപ്ഷനിൽ സെമി കൺസോണൻസ് എന്നുണ്ടായിരുന്നു, അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ സെമി വൊവൽസ് ആർ ഓൾസോ കോൾഡ് ആസ് സെമി കൺസോണൻസ്. ദ ടു മെയിൻ സെമി വൊവൽസ് ഇൻ ഇംഗ്ലീഷ് ആർ വ്, വെറ്റിലെ വ്, ആൻഡ് യ, യറ്റിലെ യ, ആർ known as glides. Okay, clear. What figure of speech is used in the following lines? Giant scorpion shadow, അത് മെറ്റഫർ ആണ്. നമുക്കറിയാം ആ ഒരു ലൈൻ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോൺ എന്ന് പറയുന്ന പോയം, നസീം ഇസിഗിളുടെ കളക്റ്റഡ് പോയംസ് ആയിട്ടുള്ള ദ എക്സാക്റ്റ് നെയിം എന്ന് പറയുന്ന കളക്റ്റഡ് പോയംസിലാണ് അത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത്. വർഷം ഓർത്ത് വെക്കുക, 1965 ആണ്. അദ്ദേഹം ജനിച്ചത് ഡിസംബർ 16, 1924, മരിച്ചത് ജനുവരി 9, 2009 അദ്ദേഹത്തിൻ്റെ അവാർഡ്സ് ഒന്ന് ഓർത്ത് വെക്കുക. സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ വർഷം 1982, പത്മശ്രീ കിട്ടിയ വർഷം 1988. ഈ 82 ഓർക്കുന്നുണ്ടോ? 1982 പുലിറ്റ്സർ പ്രൈസ് കിട്ടിയത് ആർക്കെന്നുള്ളത് നമ്മൾ പഠിച്ചു പോയി. 30ാമത്തെ വയസ്സിൽ സൂയിസൈഡ് ചെയ്ത ഒരാളായിരുന്നു സിൽവിയ പ്ലാത്ത്, അല്ലേ? നമുക്ക് അത് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ കാര്യങ്ങൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ പോയറ്റിക് സ്ട്രക്ചർ ഓഫ് യുളീസസ്? ഇറ്റ് ഈസ് എ ഡ്രമാറ്റിക് മോണോലോഗ് ഇൻ ബ്ലാങ്ക് വേഴ്സ്, അല്ലേ? ടെന്നിസനെ കുറിച്ചൊരു പോയിൻറ്റും കൂടെ നമുക്കൊന്ന് ഓർത്ത് വെക്കാം. അദ്ദേഹത്തിനെ പോയറ്റ് ലൗറേറ്റ് ആയിട്ട് നിയമിച്ച വർഷം 1850 ആണ്. 1850 ടെന്നിസൺ വാസ് അപ്പോയിൻറ്റഡ് ആസ് ദി പോയറ്റ് ലൗറേറ്റ്. ഓക്കെ, യെസ്. ഇൻ ഡോവർ ബീച്ച് ദ ഗ്രീക്ക് ഫിഗർ ഈസ് റെഫേർഡ് ടു സോഫോക്ലിസ്. ഓക്കെ, അപ്പോൾ ഡോവർ ബീച്ചിൽ നമുക്കറിയാം സോഫോക്ലിസിനെ കുറിച്ചാണ് അവിടെ ഗ്രീക്ക് ഫിഗർ റെഫർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇറ്റ്സ് എ ലിറിക്കൽ പോയം ബൈ മാത്യു അർണോൾട്ട് ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1867. ഓക്കെ, ഐഡൻറ്റിഫൈ ദ ലിറ്റററി ഡിവൈസ് യൂസ്ഡ് ഇൻ ദ പ്ലൗമാൻ ഹോംവേർഡ് പ്ലൗ ഹിസ് വെറി വേ. These lines are from Thomas Grace LG, written in the Country Churchyard. ഓക്കെ, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലിറ്റററി ഡിവൈസ് ഏതെന്നായിരുന്നു? ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് ആണ്. എന്താണ് ഈ ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്? എപ്പിത്തറ്റ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവാണ്, അല്ലെ? അഡ്ജക്റ്റീവ് നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹാപ്പി പേഴ്സൺ എന്ന് പറയുന്നു. അപ്പോൾ ഹാപ്പി എന്നുള്ള വേർഡ് ആ പേഴ്സൺ ആ നൗണുമായിട്ട് റിലേറ്റ് ചെയ്ത് അയാൾക്കൊരു സന്തോഷവാനായ മനുഷ്യൻ, അല്ലേ, വ്യക്തി എന്ന് പറയുമ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്യുകയാണ്, ആ ഒരു അഡ്ജക്റ്റീവ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിനാണ് ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്. ഇവിടെ വിയറി വേ ആയിരുന്നു അവിടുത്തെ ആ ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റായിട്ട് വരുന്ന ആ വേർഡ് ഫ്രേസ്. ഓക്കെ, ക്ലിയർ? ഹൂ ഈസ് സാന്റിയാഗോസ് ഫേവറേറ്റ് ബേസ്ബോൾ പ്ലെയർ? നമുക്കറിയാം, അല്ലേ? ഇതേത് സാന്റിയാഗോ ദ ഓൾഡ് മാൻ ആൻഡ് ദി സീ എന്ന് പറയുന്ന ഒരു കൃതിയിലെ ഒരു വരികളാണ്. അതിലെ ബേസ്ബോൾ പ്ലെയർ ആരായിരുന്നു? ഓക്കെ, ജോ ഡിമാഗ്യോ ആണ്. ഈസ് എ സിമ്പിൾ ഓഫ് പെർസീവറൻസ്. ഓക്കെ, ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ കൃതിയാണ് ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ. അദ്ദേഹത്തിന് പുലിറ്റ്സർ പ്രൈസ് കിട്ടിയ വർഷം ഫോർ ഫിക്ഷൻ 1953 ഓർത്ത് വെക്കുക. അദ്ദേഹത്തിന് നൊബൽ സമ്മാനവും കിട്ടി തൊട്ടടുത്ത വർഷം തന്നെ 1954. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. ഏണസ്റ്റ് ഹെമിംഗ് വേ നൊബൽ പ്രൈസ് വിന്നറാണ് 1954 ആൻഡ് പുലിറ്റ്സർ പ്രൈസ് 1953. അപ്പോൾ 53ഉം 54ഉം ഓർത്ത് വെക്കുക. പുലിറ്റ്സർ പ്രൈസ് കിട്ടുന്നു, നൊബൽ പ്രൈസ് അതിൻ്റെ തൊട്ടടുത്ത വർഷം 1954. ഓക്കെ, ക്ലിയർ? ഹൂ ആർ ഡിഡി ആൻഡ് ഗോഗോ? നമുക്കറിയാം വെയിറ്റിംഗ് ഫോർ ഗോഥോ എന്ന് പറയുന്ന സാമുവൽ ബെക്കറ്റിൻ്റെ പ്ലേയിലെ നിക് നെയിംസ് ആണ്, അല്ലേ? വ്ളാഡിമർ ആൻഡ് ഈസ്ട്രജന് കൊടുത്തിരിക്കുന്ന നിക് നെയിംസ് ആണ്. ഓക്കെ, നമുക്ക് സാമുവൽ ബെക്കറ്റും നൊബൽ പ്രൈസ് ലൗറേറ്റ് ആണ്. നമുക്ക് നോക്കാം, ഇൻ ലിറ്ററേച്ചർ ഇൻ ദ ഇയർ 1969. അപ്പോൾ ഓർത്ത് വെക്കുമല്ലോ, 1969 നൊബൽ പ്രൈസ് കിട്ടുന്നത് സാമുവൽ ബെക്കറ്റിനാണ്. 1954 ആർക്കായിരുന്നു? ഏണസ്റ്റ് ഹെമിംഗ് വേ. തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചതാണ്, ഓർക്കുന്നുണ്ടല്ലോ, കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, ക്ലിയർ? ശരി. ഇൻ ടെന്നിസൺ വില്യം ദ ഗ്ലാസ് മിനേജർ ലോറ വിങ്സ്ഫീൽഡ് നിക് നെയിം ഈസ് ബ്ലൂ റോസസ്. ഓക്കെ, സ്ഥിരം പരീക്ഷയ്ക്ക് കുറച്ച് മുന്നേ ഉള്ള പ്രീവിയസ് ക്വസ്റ്റ്യനെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എങ്ങനെയാണ് ഈ ബ്ലൂ റോസ് എന്നുള്ളത് പേര് വീണതെന്നും കൂടെ നമുക്കൊന്ന് പഠിച്ചു വയ്ക്കാം. ദ നിക് നെയിം വാസ് ഗിവൺ ബൈ ജിം, അല്ലേ, ഒക്കോണർ, who misheard her illness, pleurosis, and playfully
അഡോപ്റ്റഡ് ബ്ലൂ റോസസ് ആസ് ദി നിക് നെയിം. അപ്പോൾ കളിയാക്കി വിളിക്കുന്നതാണ് അല്ലേ ബ്ലൂ റോസസ് എന്നുള്ള പേര്. യാദൃച്ഛികമായിട്ട് ജിം എന്ത് ചെയ്തു, കേട്ടത് തെറ്റിപ്പോയി. ബ്ലൂ റോസസ് എന്നുള്ള അവളുടെ രോഗത്തെ കളിയാക്കിയാണ് അവൻ എന്ത് ചെയ്തത്, ബ്ലൂ റോസസ് എന്ന് പറഞ്ഞിട്ട് ആ പേര് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ടെന്നിസി വില്യമിൻ്റെ ഗ്ലാസ് മിനേജറി എന്ന് പറയുന്ന അതിൽ പ്രധാന ക്യാരക്ടറായിട്ടുള്ള ലോറെ ബ്ലൂ റോസസ് എന്നാണ് നിക് നെയിം വിളിക്കുന്നത്. ക്ലിയർ? അടുത്ത ചോദ്യം. ദ വേർഡ് ഗ്രേഡിംഗ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് ഗ്രേഡ് വിച്ച് ബിലോങ്സ് ടു ഗ്രാഡസ് അല്ലേ. അത് ലാറ്റിൻ വേർഡാണ്, മീനിങ് സ്റ്റെപ്പ് ഓർ ഡിഗ്രി. ഓക്കെ, ഹു ഈസ് ദ ഓതർ ഓഫ് ദ ബുക്ക് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലം ആൻഡ് ഇൻസ്ട്രക്ഷൻ? റാൽഫ് ഡബ്ല്യു ടൈലർ ആണ്. ഫാദർ ഓഫ് ഇവാലുവേഷൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. അപ്പോൾ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലം ആൻഡ് ഇൻസ്ട്രക്ഷൻ എന്ന പുസ്തകം എഴുതിയത് റാൽഫ് ഡബ്ല്യു ടൈലർ. ഹി ഈസ് ഓൾസോ നോൺ ആസ് ദ ഫാദർ ഓഫ് ഇവാലുവേഷൻ. ഓക്കെ, the research method used for solving the real world problem is action research. Initially it was introduced by Kurt Lewin in the year 1930s. Next question. The term disassociation of sensibility was coined by the poet and critic T.S. Eliot in his essay The Metaphysical Poets. Okay, it was in the 17th century. നിങ്ങൾക്കറിയാം ഈ ഡിസസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറയുന്നത് T.S. Eliot പറയുന്നത് എന്താ, ഈ ഒരു മെറ്റാഫിസിക്കൽ പോയറ്റ്സിന് ശേഷം, അതായത് മോഡേൺ പോയറ്റ്സിനൊന്നും തോട്ട് ആൻഡ് ഇൻ്റലക്ച്വൽ രണ്ടും കൂടെ സംയോജിപ്പിച്ച് കൊണ്ടുപോകാൻ അറിയത്തില്ല അല്ലേ. ഒന്നുകിൽ ടു ഇമോഷണൽ ആയിരിക്കും, അല്ലെങ്കിൽ ഹൈലി ഇൻ്റലക്ച്വൽ ആയിരിക്കും. എന്നാൽ ജോൺ ഡൺ ആ കാലഘട്ടത്തൊക്കെയുള്ള ഒരു കവികളെന്ന് പറയുമ്പോൾ, മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് പറയുന്നത്, അവർക്കിത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്ത് ഫ്യൂസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടായിരുന്നു എന്നാണ് T.S. Eliot അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് അദ്ദേഹം അത് ചെയ്ത് കാണിച്ചു അല്ലേ. വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം കൃതിയിൽ തന്നെ ആ ഒരു പ്രാക്ടീസ് കൊണ്ടുവരികയാണ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ദ പവർഫുൾ ആക്ട് ഓഫ് പോയട്രി റിട്ടൺ ഇൻ റിപ്ലൈ ടു സ്റ്റീഫൻ ഗോസോൺ. ഓക്കെ, ദറ്റ് ഈസ് ഫിലിപ്പ് സിഡ്നീസ് ആൻ അപ്പോളജി ഫോർ പോയട്രി. ഓക്കെ, ശരിക്കും ഇത് അപ്പോളജി ചോദിക്കുന്നതല്ല, അതൊരു ഡിഫെൻസ് ഓഫ് പോയട്രി ആയിട്ടാണ് ഫിലിപ്പ് സിഡ്നി എഴുതുന്നത്. സ്റ്റീഫൻ ഗോസോൺ അദ്ദേഹം ഒരു പ്യൂരിറ്റൻ ആയിരുന്നു. അദ്ദേഹം പറയുന്നത് പോയട്രി ഒരു ലൈ ആണ്. അത് ശരിക്കും അതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഗോഡിനെ റിലീജിയസ് ആയിരിക്കണം എന്നൊക്കെയാണ്. പക്ഷേ അതിന് ഡിഫെൻസായിട്ട് എന്താണ് പറയുന്നതാണ് ഫിലിപ്പ് സിഡ്നിയുടെ ആൻ അപ്പോളജി ഫോർ പോയട്രി. ഓക്കെ, ക്ലിയർ? The lecture of Plato have been preserved in the form of dialogues. Okay. Next question. Match the list 1 with list 2. അത് ശരിയായിട്ടാണ് തന്നിരിക്കുന്നത്. ഈഗോട്ടിസ്റ്റിക്കൽ സബ്ലൈം ആരുടെ ഒരു കൺസെപ്റ്റാണ്? ജോൺ കീറ്റ്സ്. വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീവ് S.T. കോളറിഡ്ജ്. ടച്ച് സ്റ്റോൺ മെത്തേഡ് മാത്യു അർണോൾഡ്. പ്ലഷർ ഓഫ് ഇമാജിനേഷൻ ജോസഫ് അഡിസൺ. ഓർത്ത് വെക്കാം നമുക്ക്. ഈഗോട്ടിസ്റ്റിക്കൽ സബ്ലൈം ജോൺ കീറ്റ്സ്. വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീവ് S.T. കോളറിഡ്ജ്. ടച്ച് സ്റ്റോൺ മെത്തേഡ് മാത്യു അർണോൾഡ്. പ്ലഷർ ഓഫ് ഇമാജിനേഷൻ ജോസഫ് അഡിസൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 7 types of ambiguity is the work of literary criticism by William Epson, released in 1930s. Okay, വില്യം എപ്സൻ്റെ വർക്കാണ് 7 types of ambiguity. വർഷം 1930. ഇനി കുറച്ച് ഗ്രാമർ പാർട്ടാണ്. ഒരു 5 ക്വസ്റ്റ്യൻസ് ഗ്രാമറുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒന്ന് പഠിക്കാം. എ വെർബ് വിച്ച് റിക്വയർസ് 2 objects ഈസ് കോൾഡ്. അപ്പോൾ വെർബിന് ശേഷം ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മളതിനെ ട്രാൻസിറ്റീവ്സ് എന്നും ഇൻട്രാൻസിറ്റീവ്, ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ ഇൻട്രാൻസിറ്റീവ്. പക്ഷേ ഇവിടെ 2 വെർബിന് ശേഷം 2 ഒബ്ജക്റ്റ് വന്നാൽ അതിനെ പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ ഡൈ ട്രാൻസിറ്റീവ് അല്ലേ. അത് നമുക്ക് ഓപ്ഷൻ നിന്ന് തന്നെ പെട്ടെന്ന് കിട്ടും. അടുത്ത ചോദ്യം. എ വെർബ് വിച്ച് ഈസ് ഫോളോഡ് ബൈ എ സബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ് ഈസ് കോൾഡ്. ഓക്കെ, അതിന് പറയുന്നത് കോപ്പുലർ ആണ്. കോപ്പുലർ മീൻസ് എ ലിങ്കിങ് വേർഡ്. ഒരു എക്സാമ്പിളിലൂടെ നമുക്കത് പഠിക്കാം. ആൻ ആൻഡ് ജെയിംസ് ആർ അമേരിക്കൻ. ഈ അമേരിക്കൻ എന്ന് പറയുന്നതാണല്ലോ ഒരു സബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ്. അവരെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു, ആ വ്യക്തികളെ, 2 വ്യക്തികളെ അമേരിക്കൻസ് എന്ന് പറയുന്നു. ഇതിനിടയ്ക്കൊരു ഒരു ഓക്സിലറി വെർബ് ആർ കണ്ടോ? അപ്പോൾ ഇങ്ങനെ വരുന്നതിനെയാണ് ലിങ്കിങ് വെർബ് എന്ന് പറയുന്നത്. അതിന് മറ്റൊരു പേരാണ് കോപ്പുലാർ എന്ന് പറയുന്നത്. അപ്പോൾ അതായിരുന്നു ചോദ്യം. ദ വെർബ് വിച്ച്
ഈസ് ഫോളോഡ് ബൈ എ സബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ് അല്ലേ, ഫോളോഡ് ബൈ എ സബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ്, ദാറ്റ് ഈസ് കോപ്പുലാർ. ഓക്കെ, ക്ലിയർ. അപ്പം നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ സബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ് എന്താണെന്ന് പഠിച്ചു, അതുപോലെ കോപ്പുലാർ ലിങ്കിങ് വെർബ്സും പഠിക്കുന്നു. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 5 എലമെൻറ്റ്സ് ഇൻ എ സെൻറ്റൻസ്? എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പഠിക്കാം. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, കോംപ്ലിമെൻറ്റ്, ആഡ്വേർബിയൽസ്. ഓക്കെ, അഡ്ജങ്ക്റ്റ് എന്നും പറയാം. ഈ ആഡ്വേർബിയൽസിനെ കോംപ്ലിമെൻറ്റ് പോലെ തന്നെ വരുന്ന ഒരു ടേം തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഈസ് എ ക്ലോസ് ക്ലാസ് വേർഡ്? 2 തരം ഓപ്പൺ ക്ലാസ് വേർഡും ക്ലോസ് ക്ലാസ് വേർഡ്സും ഉണ്ടല്ലോ, നമുക്ക് രണ്ടും പഠിക്കാം. ഓപ്പൺ ക്ലാസ് വേർഡ്സ് എന്ന് പറയുമ്പോൾ നൗൺ, വെർബ്, അഡ്ജക്റ്റീവ്സ്, ആഡ്വേർബ്സ്. ഇവിടുത്തെ ചോദ്യം ക്ലോസ് ക്ലാസ് വേർഡ്സ്, 4 ഓപ്ഷൻ തന്നിട്ട് 1 മാറ്റിത്തരും. അപ്പോൾ അതിലായിരിക്കും ക്ലോസ് ക്ലാസ് വേർഡ്സ്. അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കുക. ക്ലോസ് ക്ലാസ് വേർഡ്സിൽ വരുന്നത് പ്രൊനൗൺസ്, ഡിറ്റർമിനേഴ്സ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഓക്സിലറി വേർബ്സ്, മോഡൽ ഓക്സിലറീസ്. ഓക്കെ, ക്ലിയർ. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ചോദ്യം, ഇൻ ദ സെൻറ്റൻസ് ഹീ ഗേവ് ദ ഗേൾ ആൻ ആപ്പിൾ, ദ അണ്ടർലൈൻഡ് ദ സ്ട്രിങ് ഈസ് ഹീ സബ്ജക്റ്റ്, ഗേവ് വെർബ്, ഓബ്ജക്റ്റ്. 2 ഓബ്ജക്റ്റ് വന്നു അല്ലേ, ഗേളും ആപ്പിളും. നമുക്ക് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ആണോ ഡയറക്റ്റ് ഓബ്ജക്റ്റ് ആണോ ഇത് എന്നുള്ളതാണ്. എപ്പോഴും ഓർത്ത് വെക്കുക, വെർബിന് തൊട്ടടുത്ത് വരുന്നത് എപ്പോഴും ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ, വെർബ് കഴിഞ്ഞ ഉടനെ വരുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്. ആപ്പിളാണ് അവിടുത്തെ ഡയറക്റ്റ് ഓബ്ജക്റ്റ്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. അപ്പോൾ ക്ലാസ് ഇഷ്ടമായാൽ മറക്കരുത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.